സന്തോഷിനെ കുറിച്ചും പറഞ്ഞു. അതുകൊണ്ട് ആ ഒരു അനുബന്ധം, എല്ലാവരും ട്രെയിനിലാണ് പോകുന്നതെന്ന്. മദ്രാസിലേക്ക് പോകണമെങ്കിലും മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണെങ്കിലും എല്ലാം ട്രെയിനാണ്. എത്രയോ കൊല്ലം ഫ്ലൈറ്റൊക്കെ വളരെ അപൂർവമാണ്. അപ്പം സന്തോഷ് പെട്ടെന്ന് കുറേ റോളുകളെല്ലാം കിട്ടി, ഒന്ന് സ്റ്റാറായി. എല്ലാ സിനിമയിലും സന്തോഷ് വില്ലൻ അല്ലെങ്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മളെക്കാട്ടിയൊക്കെ ബിസിയായി. അപ്പോൾ സന്തോഷ് ചെന്നൈയിലോട്ട് പോകാൻ പോവാണ്. അന്ന് മദ്രാസാണ്. അപ്പം സുരേഷിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് മദ്രാസിലോട്ട് പോവാണ്. മുകേഷും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോവാം. അക്കരെ എന്നൊരു മാരനെ കണ്ടാണ്, അതിനുവേണ്ടിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പം തനിയാ തിരുവനന്തപുരം സ്റ്റൈലിൽ സന്തോഷ് പറഞ്ഞു, ഞാൻ ഫ്ലൈറ്റില്ല, ഞാൻ ട്രെയിനിലല്ല, ഞാൻ ഫ്ലൈറ്റില്ല, ഞാൻ അവിടെ വെച്ച് കാണാം. അപ്പം തന്നെ സുരേഷ് പറഞ്ഞു, അവനും ഫ്ലൈറ്റില്ല. അങ്ങനെ സിനിമയിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്നത് വെറും ഒരു വാശിയുടെ പുറത്ത് സുരേഷാണ്. നമുക്കത് മറന്നു പോയിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വാശി വേണം മനുഷ്യരാകുമ്പോൾ. പിന്നെ വെളിയിലൊന്നും പറയാത്താണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ആ തൂണിൻ്റെ കാര്യം പറഞ്ഞ അല്ല, ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. ആ തൂണ് നസീർ സാറിൻ്റെ മുറിയാണ്. ഇവിടെ വരുമ്പം തന്നെ അവിടെ ഇരിക്കുന്നവർ പറയും, നസീർ സാർ വരാൻ സാധ്യതയുണ്ട്, എപ്പോൾ വരുന്നു തലേദിവസം വിളിക്കും, അപ്പം മാറിക്കൊള്ളണം, വേറെ മുറിയിലേക്ക് മാറിക്കൊള്ളണം. അതുവരെ ഞാൻ പറഞ്ഞു, അതുവരെ എന്നുള്ളതാണ് എൻ്റെ ജീവിത അഭിലാഷം. അദ്ദേഹം താമസിക്കുന്ന മുറിയിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അദ്ദേഹം വരട്ടെ, ഞാൻ മാറാം, സന്തോഷത്തോടെ മാറാം. അപ്പം മണിയമ്പിള്ള രാജു ഒരു ദിവസം ആ റൂമിൽ വന്നു. എല്ലാവരുമായിട്ടിരുന്നപ്പോഴത്തേക്ക് ആരോ പറഞ്ഞു, അത് നല്ല തൂണ് എന്ന് പറഞ്ഞപ്പോൾ മണിയമ്പിള്ള പറഞ്ഞു, അത് പുള്ളി സിനിമയിൽ വന്നാലും ആ തൊഴിൽ മറക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന ഒരു തമാശയാണ് കേട്ടോ. വേറെ ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള കോമഡി. പക്ഷെ അതൊക്കെ അതിജീവിച്ച് ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കാട്ടി നമ്മൾ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, മതമൈത്രി, ജാതി മൈത്രിയൊക്കെ ഉള്ള ഒരു സ്ഥലവും കൂടെയാണ്. അപ്പം ഇനി കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. സുരേഷ് പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഇത് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകണം. സിനിമാക്കാരും തിരുവനന്തപുരത്തുകാരും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാ നന്മകളും. താങ്ക് യു.